ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇനിയൊരു വലിയ വളർച്ച ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി അങ്ങനെ പറഞ്ഞു? അല്ല, കേരള കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പിളരുന്നത് വളരാനും വളരുന്നത് പിളരാൻ വേണ്ടിയാണല്ലോ. ആ ഒരർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ മോദി പറഞ്ഞത് എന്താണ്? ഭാവിയിൽ കോൺഗ്രസിന് മറ്റൊരു വലിയ പിളർപ്പ് ഉണ്ടാകുമെന്ന് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് എല്ലാവരെയും അതിൻ്റെ നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ മുക്കിക്കളയുകയാണെന്നും പക്ഷേ ഇത് അനുയായികൾ മനസ്സിലാക്കി തുടങ്ങി എന്നും അദ്ദേഹം പറഞ്ഞു. ലാലു യാദവിന്റെ RJDയുമായി സമവായത്തിൽ എത്താതെ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിയതും പലയിടത്തും കോൺഗ്രസ് RJDയുമായി സൗഹാർദ്ദ മത്സരങ്ങൾ നടത്തിയതുമൊക്കെ RJDയുടെ സാധ്യതകൾ കൂടി ഇല്ലാതാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 60 സീറ്റിൽ മത്സരിച്ച് കോൺഗ്രസ് കേവലം ഒരു സീറ്റ് മാത്രമാണ് നേടിയതെന്നുള്ള കാര്യം കോൺഗ്രസിന്റെ ദുസ്വപ്നത്തിൽ പോലും അവർ കണ്ടു കാണില്ല, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം. പക്ഷെ ഇപ്പോഴും അവർ അവരുടെ തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ല. ഇലക്ഷൻ കമ്മീഷനാണ് ജയിച്ചത്, BJP ജയിച്ചില്ല, കോൺഗ്രസ് തോറ്റില്ല എന്നൊക്കെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ അടുക്കുമ്പോൾ പൊറോട്ടയും ചായയും കഴിക്കുക, കുളത്തിൽ ചാടുക, തെങ്ങിൽ കയറുക ഇത്യാദി പരമ്പരാഗത രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ് കോൺഗ്രസ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലുള്ള ആളുകളെ വിഭജിക്കുന്ന ഒരു രാഷ്ട്രീയം ആണ് എന്ന് കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന് രാജ്യത്തെക്കുറിച്ചൊരു പോസിറ്റീവ് വിഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ല എന്നും പറഞ്ഞു. BJPയെ ഭരണത്തിൽ നിന്ന് ഇറക്കുക, നമുക്കറിയാം BJPയെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കോൺഗ്രസിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതപ്രീണനങ്ങൾ മാത്രം കൊണ്ട് നിറഞ്ഞതാണ് അവരുടെ കഴിഞ്ഞ കുറേ വർഷത്തെ പ്രകടന പത്രികകളും. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇന്ന് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമുക്കറിയാം കോൺഗ്രസിന്റെ മുഴുവൻ അജണ്ട തന്നെ ഇപ്പോൾ അത്തരത്തിൽ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ലൈനിൽ പോകുന്ന അജണ്ടയാണ്, അതായത് മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് അത്തരത്തിൽ പോകുന്ന ഒരു അജണ്ടയാണ്. അതുകൊണ്ട് ഇക്കാരണത്താൽ കോൺഗ്രസ് പിളർന്ന് അതിൽ നിന്ന് പുതിയ ഒരു ശാഖ ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബീഹാറിൽ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉള്ള ആ പുതിയൊരു ശാഖ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് രാഷ്ട്രീയത്തെക്കാൾ വളരെ മോശത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അതും എന്നും അദ്ദേഹം ഒരു പ്രവചനം നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.